നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ തന്ത്രങ്ങൾ മെനയുന്നതിന്റെ തിരക്കിലാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. ഭരണ തുടർച്ച എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇടതുപക്ഷം മുന്നോട്ടു പോകുന്നത്. ആ ഇടതുപക്ഷത്തിന്റെ പോരാട്ടത്തെ ഇത്തവണ നയിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, പിണറായി വിജയൻ തന്നെയെന്ന് നേരത്തെ തന്നെ തീരുമാനം എടുത്തതാണ്. അതിലേക്ക് വരും മുമ്പ് രാഷ്ട്രീയത്തിന്റെ ഇന്നലകൾ ചെയ്യുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവർ നൽകിയതാണ്. വർഗീയവാദികളുടെ വോട്ട് എന്നൊന്നില്ല എന്നും ആരുടെ വോട്ടും വേണ്ട എന്ന് പറയില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി അനുകൂലിക്കുന്നതിനാലാണ് UDF വർഗീയവാദികൾക്ക് ഒപ്പം എന്ന വിമർശനം ഉന്നയിക്കുന്നത് എന്നും ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു പ്രചാരണം കോൺഗ്രസിനും UDF-നും എതിരെ CPM നടത്തുകയാണ്. UDF-ഉം കോൺഗ്രസുമാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്. പറയേണ്ടതല്ലേ, അവരെ ചേർന്നിരിക്കല്ലേ. കോൺഗ്രസ് അല്ലേ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവിനെ ഒപ്പം ചേർത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പറഞ്ഞതൊന്നുമല്ല നോക്കേണ്ടത്. കോൺഗ്രസിന്റെ ഒപ്പം ആരൊക്കെയാ? ലീഗ് മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമിനെ കേരള കോൺഗ്രസ് ഉണ്ട്. കേരള കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി അല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രാധാന്യം, എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതല്ല എന്റെ ആശയ പ്രശ്നം. അവരെ എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? CPM ഈ നാഴികയ്ക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ് എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം? അവർ എന്ത് പ്രാധാന്യമാണ് കേരളത്തിൽ എന്ത് പ്രാധാന്യം? ഇത്ര വിഷമം? അല്ല, അവർക്ക് എന്ത് പ്രാധാന്യമാണ്? അതാ ഞാൻ പറഞ്ഞത്, പ്രാധാന്യമുണ്ട്. ചെറിയ പ്രാധാന്യമല്ല, വളരെ കൂടിയ പ്രാധാന്യമാണ്. എന്താ കാരണം വെച്ചാൽ വർഗീയതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന വർഗീയത ഏറ്റവും ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ വക്താവാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂട്ടിയതാണ് VD സതീശൻ. വർഗീയത ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുക 2 ആഴ്ച മുമ്പ്. എന്നിട്ടും മാറ്റാൻ തയ്യാറില്ല. എന്നിട്ട് അവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് ബാലൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തര. ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടാണ് സ്വീകരിക്കും. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM-ആണ്. ആ CPM-ന് തിരുത്തും. ആര് തിരുത്തി? ഞങ്ങൾ തിരുത്തിയല്ലോ. ബാലിനെയും തിരുത്തും. അതുപോലെ തന്നെ ആരെയൊക്കെ വേണോ അവരെല്ലാം തിരുത്തും. അവരെന്നെ സ്വയം തിരുത്തും. അദ്ദേഹം പറഞ്ഞത് തെറ്റായി. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാളും വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ പറയേണ്ട കാര്യം വായിക്കണം. സജിച്ചൻ മാപ്പ് പറഞ്ഞു, 4 ദിവസത്തിന് ശേഷം മാപ്പ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ തിരുത്തിയത്. തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ. പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ അത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനേ സഹായിക്കും. എന്നിട്ട് UDF-ഉം കോൺഗ്രസും വർഗീയത പറയുന്നു എന്ന് പറയുകയും അതേസമയം നിങ്ങളുടെ നേതാക്കൾ വർഗീയത പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വർഗീയതക്ക് അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആര് പറയുന്നതും ഒരു തരത്തിലും അത് അംഗീകരിക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാണ്. CPM-ന്റെ പത്രസമ്മേളനത്തിൽ തന്നെ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കിയതാണ്, മറ്റാരെന്ത് പറഞ്ഞാലും അതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തെറ്റെടുക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ചേരും എന്ന് പറഞ്ഞ VD സതീശന്റെ നിലപാടിനെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? പാർട്ടിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ ചോർന്നു അപ്പൊ പറയുന്നില്ല? അങ്ങനെയാണ് ഞാൻ പഴയ കാര്യം പറയേണ്ടി വരും. പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്, അവര് നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കോന്നു. ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ പരിഭ്രാന്തരാവുകയായിരുന്നു മറുപക്ഷം. ഞങ്ങളില്ലാതെ വോട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ വർഗീയതയില്ല. UDF വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ അത് വർഗീയത. അതേയല്ല, നിങ്ങൾ പറയുന്നത് ഇക്വേഷൻ തെറ്റാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിൽ ഒരാളെ അയാൾക്ക് നമ്മുടെ പിന്തുണ, UDF-ന്റെ 4 ആൾക്ക് പിന്തുണ, 2 ആൾക്ക് ലീഗിന്റെ പിന്തുണ. ഇതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാട് എങ്ങനെ ഐക്യമുന്നണിയാകുക? ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്.
ഇതാ നിലപാട്. വേണ്ടാന്ന് പറഞ്ഞില്ല. അതിൽ വേണ്ടെന്ന് പറയേണ്ട കാര്യം CPM എന്ന് പറയുന്നത് CPM വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പഠിത്ത കാലൊന്നും പാടില്ല. വർഗീയവാദികളുടെ വോട്ട് ആകാമെന്നാണോ പക്ഷേ? അല്ല, വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ഇത് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? ആ, വർഗീയവാദിയാണ്. അപ്പൊ അവരല്ലേ വോട്ട് ചെയ്തത്? അതെ, അവരല്ലേ വോട്ട് തരാമെന്ന് പറയണമായിരുന്നു. അതെ, അത് UDF പറഞ്ഞിട്ടില്ല, ലീഗും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. അത്ര പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അല്ല, UDF ലീഗും കോൺഗ്രസും അല്ല CPM. അല്ല, CPM നമ്മൾ വേറെ തന്നെയാണ്, വേറെ പാർട്ടി തന്നെയാണ്. CPM മതനിരപേക്ഷ മതനിരപേക്ഷ നിങ്ങളുടെ ഭാഷയിൽ അവരോ? അല്ല, അവര് വർഗീയവാദികളെ കൂട്ടുപിടിക്കും. അവർക്ക് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന ജനാധിപത്യ പാർട്ടിയാവാം. അങ്ങനെയാ? അപ്പൊ CPM-നാകാമെന്നോ? ഞങ്ങളാവില്ല, ഞങ്ങൾ കൂട്ടുപിടിച്ചില്ല, ഒരിക്കലും കൂട്ടുപിടിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു വർഗീയവാദികൾ അവർ വോട്ട് ചെയ്തു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന്. അല്ല, വോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആരാ വോട്ട് ചെയ്യുന്നത്, ആർക്കാ വോട്ട് ചെയ്യുന്നത് ആർക്കും അറിയാൻ പറ്റുക? അവര് എടുത്ത നിലപാടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനെ കൂട്ടിക്കൊടുക്കണ്ട. അവരെടുത്ത നിലപാട് ഒരേ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ചില ആൾക്ക് അനുകൂലമായിട്ടും LDF-ലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ലീഗിലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ഇനി BJP-ക്ക് എനിക്കറിയില്ല, അവർക്കെല്ലാം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയില്ല. ഞങ്ങളെ നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയും അങ്ങനെ അവരവിടെ വാങ്ങിയിരിക്കുന്ന 45 കൊല്ലമായിട്ട് ഈ വിഴി സദസ്യം പറഞ്ഞ പോലെ 45 കൊല്ലമായിട്ട് ഇവിടെ മുന്നണിയാണ്. ഇസ്ലാമിയുടെ വില വെറുതെ CPM കൂട്ടുന്നത് ശരിയോ തെറ്റോ എന്നതാണ്. ഒരു പ്രാധാന്യവും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായക്കാർ അസ്വസ്ഥരാകും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ലല്ല, അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി ശരിക്ക് വേഷമാണ്. ആ വേഷം ഉറ്റിക്കുന്നതിന്റെ അളവ് കുറവാണെന്നാണ് നിങ്ങളുടെ വാദം. അതായത് ഒരു തെളിനീരുള്ള ഈ കേരളത്തില് തെളിനീരാണ്. അതിന്റെ മേലെ ഇനി ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ഉറ്റിച്ചാൽ അത് വർഗീയതയല്ലേ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഗുരുതരമായിട്ട്. അതിനെതിരായിട്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. അന്നും അതെ, ഇന്നും അതെ, നാളെയോ അതെ. അത് ഞങ്ങൾക്കേ പറയാൻ സാധിക്കുള്ളൂ. PD സതീശന് പറയാൻ പറ്റുമോ? എന്നിട്ട് ഞാനാണ് വർഗീയവാദത്തിനെതിരായിട്ട് ഏറ്റവും ശക്തനായ വക്താവ് എന്ന് പറയാൻ ഞാൻ വേറെ പറയുന്നില്ല പദം. പക്ഷെ അവർ വർഗീയവാദം പറയുമ്പോൾ അവർക്കാവാം, ഞങ്ങൾക്കാകാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അവർ പറഞ്ഞു അവർക്കാവാം നമുക്കാവിക്കൂടാന്ന് പറയുന്ന വലിയ കാര്യമുണ്ട്. അവരും പറയാൻ പാടില്ല. അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം. അല്ലല്ല, ഞങ്ങൾ അല്ലെങ്കിൽ നിർത്തും. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നും അത് വാങ്ങിയതല്ല അവർ നൽകിയതാണ് എന്നുമാണ് പറയുന്നത്. വർഗീയവാദികളുടെ വോട്ട് അങ്ങനെയൊന്നുമില്ല എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും നയിക്കുക എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വലിയ തോൽവിയല്ല, നേതാവ് മാറേണ്ട സാഹചര്യമില്ല. കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടുന്നു എന്ന പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആ കാലത്തുണ്ടായ ഈ സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അയവിറക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്താ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും? ബാലൻ പറഞ്ഞത് തെറ്റില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞില്ല ഇതിന് ഉത്തരം. ഈ ചരിത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അന്ന് ഇത് നമ്മൾ ഈ മുറിവ് ഉണക്കിയത് LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ മാറാട് കലാപത്തിന്റെ മുറിവ് ഉണക്കുന്നതിൽ LDF-ഉം UDF-ഉം അന്ന് ഒരുമിച്ച് നിന്നിരുന്നു. അല്ല, എല്ലാ കാലത്തും UDF-നെ എതിർക്കുന്നതിന് മാറാട് കലാപം എല്ലാ കാലത്തിലേക്ക് ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിദ്വേഷം RS-ഉമായിട്ടും BJP-ആയിട്ടും സമാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 41 ഡിവിഷനിലാണല്ലോ കോൺഗ്രസിന്റെ 1000 വോട്ട് കുറഞ്ഞു പോയത്. അവിടെയാണല്ലോ BJP ജയിച്ചത് 41 ഇവിടെയാണല്ലോ ഇവിടെ ഏറ്റവും പ്രധാനം LDF-ന്റെ ഭരണക്കോട്ടത്തിനുള്ള വിലയിരുത്തലല്ലേ? ഒരു വിലയിരുത്തലല്ല. ഇവിടെ കോൺഗ്രസും BJP-യും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടി ചേർന്നിട്ടാണ് CPM-നെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇത്ര ആകെ 10 തികച്ചില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും എന്താ ജമാഅത്തെ ഇസ്ലാമിന് പറയും ഇത്ര വലിയ അതിന്റെ ആവശ്യം എന്താണ്? കാരണം ജമാഅത്തെ ഇസ്ലാമിയും CPM-നെയും LDF-നെയും തോൽപ്പിക്കാൻ പറ്റും. അതിനൊരു ആശയമുണ്ട്, വർഗീയതയുടെ ആശയം. ഈ വർഗീയതയുടെ ആശയത്തിന്റെ പിന്നിലാണ് ഇപ്പോൾ ലീഗ് ഉൾപ്പെടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ ആശയത്തിന് നല്ല സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഷാഫി ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ, അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണ് ഇപ്പോഴും അവരെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതമാണ് സത്യം.
ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതല്ല, പറയാൻ പാടുള്ളതല്ല, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ശുദ്ധ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഗീയതയുടെ ഭാഗമായിട്ട്. ആ ആശയം രൂപപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അതിന്റെ പിൻപറ്റിയാണ് ലീഗ് ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒപ്പം വി.ഡി. സതീശനും കോൺഗ്രസും. അത് പറയുന്നതിൽ നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടാവേണ്ട കാര്യം? ഈ സി പി എം ആചാര്യന്മാർ ഒരിക്കലും ഈ മത രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, മതവുമായിട്ട് ബന്ധപ്പെടുത്തരുതെന്ന് പറയാറുള്ളതാണ്. പക്ഷേ സി പി എമ്മിന്റെ നേതാക്കൾ താങ്കൾ ഉൾപ്പെടെ എപ്പോഴും ഈ മതകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മതകാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് ഞങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ജനം വിശ്വസിച്ചത് ജനങ്ങൾ നല്ലപോലെ വിശ്വസിക്കും. ജനങ്ങളെ ഞങ്ങൾ നോക്കിക്കോളും. അതുപോലെ പഠിക്കണ്ട നിങ്ങൾ പഠിപ്പിച്ച് തിരിച്ച ധാരണയുണ്ടല്ലോ, ആ ധാരണ ഞങ്ങൾ തിരുത്തിക്കോളും. സി പി എമ്മിന് ഇല്ലാത്ത സംഘടനാ സംവിധാനം മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ്? അത് മാധ്യമങ്ങൾക്ക് സംഘടനാ സംവിധാനമല്ല, ആശയ സംവിധാനമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഒരാശയമുണ്ട്, ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിൽ. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. ആശയം ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആശയമുണ്ടല്ലോ, ഈ ആശയത്തിന് കണ്ണി ചേർക്കാൻ സാധിച്ചാൽ ആ കണ്ണി ചേർക്കപ്പെട്ട ആശയം കേവലമായ ആശയമല്ല, അതൊരു ഭൗതിക ശക്തിയാണ്. ഒരു ഗണ്ണത്തിന്റെ കണക്കല്ല ഇത്. ഒരാശയം ഒരു ഭൗതിക ശക്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഈ പറയുന്ന സി പി എം വിരുദ്ധത പിന്നെന്താ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ദശലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിക്കുകയും അതിന് കണ്ണി ചേർക്കാൻ സാധിക്കുകയും ചെയ്താൽ അത് ഒരു ഭൗതിക ശക്തിയായിട്ട് നിലനിൽക്കുമെന്നുള്ളതാണ് മാർസം. അങ്ങനെയാണെങ്കിൽ അത് ഗൃഹസന്ദർശനത്തിൽ മാറാൻ പോകുന്നില്ല. അതേപടി തന്നെ ആ ആശയത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. അത് ആശയത്തെ പ്രതിരോധിക്കുന്ന ആശയം ഉണ്ടല്ലോ. അത് മറവരുന്നുണ്ട്. അത് ഈ ആശയം തന്നെ എതിരായിട്ടുള്ള ആശയം. നിങ്ങൾ ഈ ആശയം തെറ്റാണ്, ഇത് വർഗീയവാദത്തിന്റെ നിലപാടുകളാണ്, വർഗീയ ആശയങ്ങളാണ്. ഈ ആശയത്തെ ഫലപ്രദമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ മറ്റൊരു പ്രചാരണം. അല്ല, തെറ്റായ ശരിയായ പ്രചാരമല്ലേ? എന്ത് തെറ്റായി പോയത്? എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും ലീഗും ചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാകുക? അതായിരിക്കും മുഖ്യ മുദ്രാവാക്യം അല്ലേ? അതായിരിക്കുന്നില്ല, അതുകൂടി വരും. അതായിരിക്കും എന്നൊന്നും പറയണ്ട. ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് തുടർഭരണം കിട്ടിയത്? 2016 മുതൽ 21 വരെയുള്ള പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തിയിട്ടാണ്. 2021 മുതൽ 26 വരെ ആ ഒരു വിലയിരുത്തൽ ജനങ്ങൾ എങ്ങനെയാണോ നടത്തുന്നത് അതിനനുസരിച്ചായിരിക്കും, അല്ലാതെ വർഗീയത അല്ലല്ലോ അതിനകത്ത്. അല്ല, വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, അതാ പ്രശ്നം. വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ മറച്ചുവെച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് ഈ ആശയം കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത്രയേ ഉള്ള കാര്യം. പക്ഷേ ശരിക്കും ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാവുന്ന സമയത്ത് ഇത്രയും വലിയ തോൽവിയാണ് നിങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങൾ കണ്ട ഒരു തോൽവിയുണ്ട്, അതിനപ്പുറത്ത് ഈ നേതൃത്വം തന്നെ മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ ഒരു ജനവിധിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ശരിയായ തീരുമാനം. ഒരു സംശയമില്ല, അതിലൊരു സംശയം വേണ്ട. നേതാവിനെയോ പാർട്ടിയോ ഒന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ജനം തിരസ്കരിച്ചു. നിങ്ങൾ തിരസ്കരിക്കാണ്ടിരുന്നാൽ മതി. നിങ്ങൾ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഞങ്ങൾ ശരിയായ മറുപടി പറയും. ഒരു തവണ അമിത ആത്മവിശ്വാസത്തിന് തിരിച്ചടി കിട്ടിയത് ഇത് ആ അമിത ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. അമിത ആത്മവിശ്വാസം പരാജയത്തിലേക്ക് അതാണ് പറഞ്ഞത്. അതാണ് ആ പരാജയമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് രാഷ്ട്രീയമാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് വളരെ കൃത്യമായി എം.വി. ഗോവിന്ദൻ ന്യൂസ് 18നോട് പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ അഭിമുഖം നടത്തിയ മഞ്ജുഷ് ഗോപാൽ തന്നെ ചേരുകയാണ്. മഞ്ജുഷ്, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയുന്നു, അതാകട്ടെ കോൺഗ്രസ് ലീഗുമായി മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുന്നു. മഞ്ജുഷ് അവിടെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിൽ എന്ത് സ്വാധീനമാണുള്ളത്, എന്ത് കരുത്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പോലും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് ഉറപ്പിക്കുകയാണ് എം.വി. ഗോവിന്ദൻ. എന്താണ് അതിലൂടെ CPIM ലക്ഷ്യം വെക്കുന്നത്? അഭിലാഷ്, ഒരു കാര്യം ഉറപ്പാണ്, CPM ഏത് രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്, LDF ഏത് രീതിയിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് എം.വി. ഗോവിന്ദൻ നൽകുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഇതേ കാര്യം LDF ഉന്നയിച്ചതാണ്. അതായത് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്നവരാണ് UDF എന്ന കാര്യമാണ് പൊതുസമൂഹത്തിലേക്ക് LDF അവതരിപ്പിക്കുന്നത്. അതിന് വയ്ക്കുന്ന തിയറി എന്ന് പറയുന്നത് കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി ഈ കൂട്ടുകെട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും
ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇത് കൃത്യമായ ന്യൂനപക്ഷ വർഗീയതയാണ്, ന്യൂനപക്ഷ തീവ്രവാദമാണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് CPM-ഉം LDF-ഉം നടത്താൻ പോകുന്നത്. ഒരു തവണ പരാജയപ്പെട്ടു ഇത് എങ്കിലും ഈ തെരഞ്ഞെടുപ്പിലും ഇക്കാര്യം ആവർത്തിക്കാൻ പോവുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് MV ഗോവിന്ദൻ പറയുന്നത്, അത് CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്, LDF മുന്നോട്ട് വയ്ക്കുന്ന കാര്യം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കുവാൻ ഇതുവരെ കോൺഗ്രസോ UDF-ഓ തയ്യാറായിട്ടില്ല. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത് കണ്ടതാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF നേടിയതാണ്. അത് പരസ്യമായിട്ട് തന്നെ മതരാഷ്ട്രവാദം എന്ന ഒരു സന്ദേശം നൽകുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ VD സതീശൻ പരസ്യമായി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇക്കാര്യം ആവർത്തിച്ച് VD സതീശൻ ഇപ്പോൾ MV ഗോവിന്ദൻ ഉന്നയിക്കുകയാണ്. ആ നിലപാട് തിരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ പരസ്യമായിട്ട് പറയണം ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയിട്ടില്ല UDF എന്ന കാര്യം പരസ്യമായിട്ട് ഇതുവരെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്നവരാണ് UDF എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കും. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. പക്ഷേ ഇത് CPM-നെയും LDF-നെയും തിരിഞ്ഞുകുത്തുന്ന ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനു മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിച്ചിട്ടുള്ളവരാണ് CPM-ഉം LDF-ഉം. ഇക്കാര്യം നിഷേധിക്കുവാൻ കഴിയില്ല. അത് MV ഗോവിന്ദനും നിഷേധിച്ചിട്ടില്ല എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവിടെ എന്താണ് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ CPM, LDF അതുപോലെ കോൺഗ്രസ് UDF ഈ വ്യത്യാസം എന്താണ് എന്ന കാര്യം MV ഗോവിന്ദൻ പറയുന്നതും അത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. CPM അന്ന്, LDF അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിച്ചത് അവരോട് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതല്ല, പകരം അവർ തന്നതാണ്. ഇക്കാര്യമാണ് പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് 2011 കാര്യമാണ്. 2011 ഏറെ വിവാദം. ഇപ്പോൾ 2011 ആ കൂടിക്കാഴ്ചയെക്കുറിച്ചാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും തമ്മിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തി. അവിടെ ജമാഅത്തെ ഇസ്ലാമി ആ തെരഞ്ഞെടുപ്പിൽ CPM-നും LDF-നും പിന്തുണ നൽകി എന്നുള്ള കാര്യം. പക്ഷേ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിഷേധിക്കുന്നത്. കൂടിക്കാഴ്ച നടന്നത് AKG സെൻട്രൽ വെച്ചാണ്. പക്ഷേ അന്ന് നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുകയും വർഗീയത പറയുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി, വർഗീയവാദികളാണ്, അതിനാൽ അവരെ കൂടെ കൂട്ടുവാൻ തയ്യാറായിട്ടില്ല എന്ന കാര്യം ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ്. പക്ഷേ അതിനും അദ്ദേഹം കണ്ടെത്തുന്ന ന്യായീകരണം അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ LDF-നും UDF-നും ഒരേപോലെ പിന്തുണ നൽകാൻ, അല്ലെങ്കിൽ ഇന്ന സീറ്റുകളിൽ ഇന്നയാൾക്ക് പിന്തുണ, ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കാവുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്ന് ആ ഘട്ടത്തിൽ LDF പറഞ്ഞില്ല എന്ന്. അതിന് MV ഗോവിന്ദൻ നിരത്തുന്ന ന്യായം, അത് അഭിലാഷ് കേട്ടതാണ്. MV ഗോവിന്ദൻ പറയുന്നത്, അന്ന് കോൺഗ്രസോ ലീഗോ UDF-ഓ അന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മാത്രമായി എന്തിനു പറയണം എന്ന ന്യായീകരണമാണ് MV ഗോവിന്ദൻ നൽകുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ CPM ഉരുണ്ട് കളിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമായിട്ടും ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുകയാണ് UDF-ഉം കോൺഗ്രസും എന്ന കാര്യം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അന്ന് ചെയ്തത് മറ്റുള്ളവരും ചെയ്തിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ വാക്കുകൾ. അതുകൊണ്ട് എത്രമാത്രം ഈ ന്യൂനപക്ഷ വർഗീയതയ്ക്കൊപ്പമാണ് കോൺഗ്രസും UDF-ഉം എന്ന കാര്യം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ, ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ CPM-ന് കഴിയും എന്ന കാര്യം സംശയമാണ്. MV ഗോവിന്ദൻ ഈ രീതിയിലാണ് ഇക്കാര്യം അവതരിപ്പിക്കുന്നത് എങ്കിൽ. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF കൂട്ടുകൂടുന്നു എന്ന് പറയുമ്പോൾ, ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്നു എന്ന് പറയുമ്പോൾ, മറുവശത്ത് ഭൂരിപക്ഷ സമുദായത്തിന് അതേക്കുറിച്ചൊരു ഭീതി ഉണ്ടാവുകയും അവർ LDF-നൊപ്പം നിൽക്കുകയും ചെയ്യും എന്നുള്ള തന്ത്രപരമായ സമീപനമാണ്. പക്ഷേ അതും എത്രമാത്രം ഇത് ഫലപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൽ UDF-ഉം ശരിക്കും പറഞ്ഞാൽ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് MV ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നു, അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകി, ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞില്ല, ഞങ്ങൾ പിന്തുണ തേടി അങ്ങോട്ട് ചെന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന കാര്യം UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒന്നും നേതാക്കൾ പറയുന്നുമില്ല. അപ്പോൾ അവർ പിന്തുണ നൽകുന്നു, ഞങ്ങൾ പരസ്യമായി അത് വേണ്ട എന്ന് പറയുന്നില്ല. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ VD സതീശനും സ്വീകരിച്ചത്.
അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ഏത് നിലപാടാണോ CPM ഉണ്ടായിരുന്നതായിട്ട് ഇപ്പോൾ MP ഗോവിന്ദൻ പറയുന്നത്, അതേ നിലപാട് തന്നെയാണ് UDF നും കോൺഗ്രസിനും ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആ സമയത്തും CPM പറയുകയാണ് ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നവരാണ്, അവരോടൊപ്പം നടക്കുന്നവരാണ് UDF. അത് പ്രത്യേകിച്ച് VD സതീശിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് എത്രമാത്രം ഫലപ്രദമായി ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നതിന് വേണ്ടി കൂടിയാണ്, ഭരണവിരുദ്ധ വികാരത്തിനെതിരെ വോട്ട് വീഴുന്നത് തടയുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു തന്ത്രം പ്രയോഗിക്കുന്നത്. LDF എന്ന കാര്യത്തിൽ സംശയമില്ല, CPM എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് അവർ ന്യായീകരണങ്ങൾ നിരത്തുമ്പോൾ മുൻപ് ഞങ്ങൾ ചെയ്ത കാര്യം ഇങ്ങനെയല്ല എന്നുകൂടി സമർത്ഥിക്കേണ്ടി വരികയാണ്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ശരിക്കും CPM ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം അന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായിട്ട് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നത് UDF-ഉം കോൺഗ്രസും ലീഗും ആണ് എന്നുള്ള കാര്യം ആവർത്തിച്ച് CPM പറയുമ്പോഴും അത് എത്രമാത്രം വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു. അതുതന്നെയാണ് MP ഗോവിന്ദന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്, തോൽവി കനത്തതായിരുന്നില്ല. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ പോകുന്നത് എന്ന കാര്യവും അദ്ദേഹം ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലും കുറ്റപത്രം വരാതെ ജയിലിൽ കിടക്കുന്ന A പത്മകുമാറിനെതിരെയും N വാസുവിനെതിരെയും ഒരു നടപടിയും ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആ അന്വേഷണം UDF-ന്റെ നേതാക്കളിലേക്കും BJP-യിലേക്കും ചെന്നെത്തും എന്നുള്ള കാര്യവും അത് ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസമാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് സ്വർണ്ണക്കൊള്ള പ്രതിഫലിച്ചത് അതായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നും MP ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയം തന്നെയാണ്. UDF ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാര്യമാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ആവർത്തിച്ച ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നതും. അഭിലാഷ്. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിനോടായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയമാണ്, എന്തൊക്കെ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും LDF-ഉം CPIM-ഉം മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകിച്ച് മതവർഗീയവാദങ്ങൾ പറയുന്ന മതവർഗീയവാദികളുമായി കോൺഗ്രസ് സഖ്യം ചേരുന്നു എന്ന പ്രചാരണം ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കും എന്ന് പറയുന്നത്. പൊതുവിൽ രാഷ്ട്രീയവും മതവും ഇടകലർത്തരുത് എന്ന് രാഷ്ട്രീയ നേതാക്കളെല്ലാം പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവൃത്തികൾ സാമുദായിക സംഘടനകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ബജറ്റിലും അത്തരം ചില പ്രതിഫലനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതെന്ത് എന്ന് വിശദമായി നോക്കാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.